നമസ്കാരം, ജുവൽ ബേബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇത് നുറുക്ക് ഗോതമ്പാണ്. ഈ ഗോതമ്പ് കഴുകി വാരി എടുത്തു വെച്ചിരിക്കുന്നതാണിത്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് തേങ്ങയുടെ 1-ാം പാലാണ്. ഞാൻ ഒരു തേങ്ങയാണ് എടുത്തത്. അതിൻ്റെ ഫസ്റ്റ് കിട്ടിയ പാലാണിത്. ഇത് ആ തേങ്ങയുടെ തന്നെ 2-ാം പാലാണ്. ഞാൻ 3-ാം പാലും വേറെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വയ്ക്കുക. പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത്. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുക്കറിൽ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 3-ാം പാല് ഒഴിച്ചു കൊടുത്തു. പാൽ ആദ്യം ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ നെയ്യും പാലും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നുറുക്ക് ഗോതമ്പ് ഇതിനകത്തേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാം. ഒരു 3 വിസിൽ കേട്ടാൽ മതിയാവും. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. ശർക്കര ഉരുകി വരുമ്പോൾ അരിച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. 3 വിസിൽ കേട്ടു. കുക്കറിലിരുന്ന ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ലൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതുപോലൊരു ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്തിട്ട് അതിൽ ചെയ്യുന്നതായിരിക്കും. കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് 2-ാം പാല് കൂടി ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇത് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അത് നന്നായിട്ട് ആറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ അത് മുഴുവനായിട്ട് ഒഴിക്കണമെന്നില്ല, ആവശ്യത്തിന് മതി. നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മധുരം ഒന്ന് നോക്കണം. നമ്മൾ കുറച്ചെടുത്ത് കഴിച്ചു നോക്കണം. അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു പാകം മനസ്സിലാകും. അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറച്ചിട്ടാൽ മതി. ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, കാരണം പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ ശർക്കര ഒഴിച്ചു ഇളക്കി നോക്കിയപ്പോൾ മധുരം എനിക്ക് കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ശർക്കര നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ശർക്കര നീരും ഗോതമ്പും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ശർക്കര നീര് ചേർക്കുന്നതിന് മുമ്പ് ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിരുന്നു. അത് അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് പറയുന്നത്. കുക്കറിൽ നിന്ന് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ഗോതമ്പ് ഒട്ടും കട്ടയാവാതെ തന്നെ ഇടണം. കാരണം ശർക്കര നീര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കട്ടയായത് ലൂസാക്കാൻ ബുദ്ധിമുട്ടാണ്, ഗോതമ്പ് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ശർക്കര നീര് ഒഴിക്കുന്നതിന് മുൻപേ തന്നെ നന്നായിട്ട് ഉടച്ച് റെഡിയാക്കണം. ഞാനത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ശർക്കര നീര് ഒഴിച്ചു കൊടുത്തത്. ശർക്കര നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശർക്കര നീര് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് തന്നെ തിള വരുന്നുണ്ട്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും സമയം. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1-ാം പാല്. 1-ാം പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തിളച്ചു വരരുത്. തിളച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും അതൊക്കെ പോകും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം തിളച്ചിങ്ങോട്ട് വരുന്നു തുടങ്ങുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്യണം. തിളച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി തിളയ്ക്കാൻ പാടില്ല, ഇത് മതി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴാണ് ശരിക്കും ആ പായസത്തിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നത്. ഏലക്കായും പഞ്ചസാരയും കൂടെ ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക്. ഇപ്പം ഞാൻ 2 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ തന്നെ കണ്ടോ, ഏലക്കായ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അത് മാത്രമല്ല, അത് കടിക്കാനും എല്ലാവർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായാലും എല്ലാവരും കഴിച്ചോളും. കാരണം അത് കടിക്കാനൊന്നും പിന്നെ കിട്ടില്ല, പൊടിയാണല്ലോ. അത് പായസത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും.
ഇനി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അത് നന്നായിട്ട് ഉരുക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. കശുവണ്ടി പരിപ്പ് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നെയ്യിൽ കശുവണ്ടി പരിപ്പ് വറുത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. കശുവണ്ടി പരിപ്പ് അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും കശുവണ്ടി പരിപ്പും ഒക്കെ കൂടി ചെയ്യുമ്പോൾ പായസത്തിനൊരു പ്രത്യേക മണമായിരിക്കും. കശുവണ്ടി പരിപ്പ് പായസത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മൾ നേരത്തെ ഏലക്കായ് പൊടിച്ചതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ടത് ഇത് തേങ്ങാപ്പാലിലാണ് ഈ ഗോതമ്പ് വേവിച്ചത്. അപ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഗോതമ്പിനും ഉണ്ട്. ശർക്കരയൊക്കെ ഉരുക്കി ചേർത്ത് അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പും നെയ്യും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് പായസത്തിന്. പായസം തയ്യാറാക്കാനായിട്ട് അത്ര വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം ഒന്ന് നമ്മൾ മാറ്റി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ രുചിയേറിയ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും എത്താം.